യൂറോപ്പിൽ എവിടെ വേണമെങ്കിലും പതിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ തങ്ങൾ പ്രയോഗിക്കാൻ മടിക്കില്ല എന്നാണ് ഇപ്പോൾ റഷ്യ വ്യക്തമാക്കിയിരിക്കുന്നത്. റഷ്യ തങ്ങളുടെ ശത്രുക്കൾക്ക് തിരിച്ചടി നൽകാനായി കാസ്പിയൻ തീരത്തുള്ള അസ്ട്രാഖാൻ സൈനിക താവളത്തിൽ നിന്ന് RS-26 ഇനത്തിൽപ്പെട്ട അതീവ മാരക ശേഷിയുള്ള മിസൈലുകൾ അയക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 50 ടൺ ഭാരമുള്ള ഈ മിസൈലുകൾക്ക് 3600 മൈൽ അകലെയുള്ള ലക്ഷ്യസ്ഥാനത്തെത്താൻ പെട്ടെന്ന് കഴിയും. നേരത്തെ ഒരിക്കലും യുക്രൈനുമായുള്ള ഏറ്റുമുട്ടലിന് റഷ്യ ഈ ഒരു മിസൈൽ ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2022 റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം ആരംഭിച്ചത് മുതൽ റഷ്യ ശക്തമായ പ്രഹരശേഷിയില്ലാത്ത ഇസ്കന്ദർ ഇനത്തിൽപ്പെട്ട മിസൈലുകളാണ് യുക്രൈന് നേരെ പ്രയോഗിച്ചിരുന്നത്. റഷ്യ RS-26 ഇനത്തിൽപ്പെട്ട മിസൈലുകളുമായി പ്രത്യാക്രമണത്തിന് ഒരുങ്ങി പുറപ്പെട്ടാൽ അത് യുക്രൈന് വലിയ തിരിച്ചടിയാകും എന്ന് തന്നെയാണ് പ്രതിരോധ വിദഗ്ധർ കണക്കാക്കുന്നത്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ പോലും ഇത് വൻ ദുരന്തം വിതയ്ക്കും എന്നാണ് അവർ പറയുന്നത്. ഒത്തുതീർപ്പ് ശ്രമങ്ങൾ ഇപ്പോഴും എങ്ങുമെത്താതെ നീളുന്ന ഈ കാലഘട്ടത്തിൽ അമേരിക്കയും ബ്രിട്ടനും യുക്രൈന് പിന്നിൽ ഇത്തരത്തിൽ ആയുധങ്ങൾ നൽകി അവർക്ക് എല്ലാവിധ ധാർമ്മിക പിന്തുണയും നൽകി ഉറച്ചു നിൽക്കുന്നത്, അതുപോലെ യൂറോപ്യൻ ശക്തികളൊക്കെ തന്നെ റഷ്യക്കെതിരെ നീങ്ങുന്നത് വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് ലോകത്തെ എത്തിക്കുമോ എന്നാണ് പലരും സംശയിക്കുന്നത്. ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് പോലും തങ്ങൾ തയ്യാറാണ് എന്നാണ് കഴിഞ്ഞ ദിവസം പുടിന്റെ ഏറ്റവും അടുത്ത അനുയായി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അടിയന്തരമായി എന്തെങ്കിലും ഇടപെടൽ നടന്നില്ലെങ്കിൽ അത് വലിയൊരു ദുരന്തത്തിലേക്ക് തന്നെ ഈ ലോകത്തെ എത്തിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു.